ഹലോ വെൽക്കം ടു ടോക്ക് വിത്ത് ആൻഷ്. ഇന്ന് ഞാൻ ഇത് അൺബോക്സ് ചെയ്യണത് എൻ്റെ കുറേ കാലം കൊണ്ടുള്ളൊരു പ്ലാനാണ്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു സ്കിൻ കെയർ മേക്കപ്പ് എൻതൂസിയാസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടികൾ കാണുന്നതും യൂസ് ചെയ്യണതൊക്കെ. എൻ്റെ ലൈഫിൽ ഞാൻ സൺസ്ക്രീൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ മാക്സിമം ഞാൻ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് വല്ലപ്പോഴൊക്കെയാണ് ഉപയോഗിക്കാതിരുന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ക്യാരിയിങ് ആയ ടൈമിലൊക്കെയാണ് അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു കോളേജ് ടൈം മുതൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ വേറൊരു സ്കിൻ കെയറും ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെ. ആദ്യമായി ഞാൻ ഏൺ ചെയ്തൊരു പൈസയും കൊണ്ട് ഒരു സ്കിൻ കെയർ ട്രൈ ചെയ്യണതാണ് ഇത്. അങ്ങനെ ഞാൻ എങ്ങനെ .kയിലേക്ക് എത്തിയെന്ന് വെച്ച് ഞാൻ ChatGPTനോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ChatGPTനോട് ചോദിച്ചിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തിയത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ChatGPTയാണ് പറഞ്ഞത് .k നല്ലൊരു ഓപ്ഷനാണ്. .k മാത്രമല്ല, വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. അത്രയും നമുക്ക് എൻ്റെ ബഡ്ജറ്റിൽ പറ്റണ ഒരു ബ്രാൻഡ് നോക്കിയപ്പോൾ എനിക്ക് ഇതായിരുന്നു പറ്റിയത്. ഇത് മാത്രമല്ല, വേറെ കുറേ ബ്രാൻഡ് എൻ്റെ ലിസ്റ്റിലുണ്ട്. ആദ്യമായിട്ട് ഞാൻ .kയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. ആക്നെ പ്രോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ചില പോർഷൻ ഭയങ്കര ഡ്രൈയിങ് ആണ്, സ്കിൻ പീലിംഗ് ഉള്ള ടൈപ്പാണ് കേട്ടോ. എപ്പോഴും അല്ല, ഞാൻ ഒരുപാട് ജങ്ക് കഴിക്കുമ്പോൾ എൻ്റെ നോസിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഓവർ സെൻസിറ്റീവായിട്ട് പസ്സുള്ള ടൈപ്പ് ആക്നീസ് വരാറുണ്ട്. ആ ടൈമിൽ എൻ്റെ സ്കിൻ പീലും ചെയ്യാറുണ്ട്. ഒത്തിരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഒരു സ്കിൻ ടൈപ്പും കൂടിയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സ്കിന്നാണ് എൻ്റേത്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് എനിക്ക് പറ്റണ ഞാൻ ക്ലെയിം ചെയ്ത കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഓക്കെ എൻ്റെ പ്രശ്നങ്ങൾക്ക് മാച്ചായിട്ട് തോന്നിയ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എടുത്തേണതാണ്. ഒരു ടോണർ, ഒരു സാലിസിലിക് സിറം, നയാസിനമൈഡ് സിറം, ഒരു നൈറ്റ് മാസ്ക്, നൈറ്റ് മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ, ഒരു ഫേസ് വാഷ്. ഇതിൻ്റെ കൂടെ എനിക്കൊരു പകൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 72 hours മോയ്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബോട്ടിൽ ചെറിയൊരു മിനി ഫേസ് വാഷും ഫ്രീ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു 1 month യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യണതാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആവില്ല ചിലപ്പോൾ നിങ്ങൾക്ക്. ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതാര് പറഞ്ഞാലും ചെവിയുടെ ബാക്കിലോ, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ഭാഗങ്ങളിലായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് 10 മിനിറ്റൊക്കെ വെച്ച് നോക്കുക. 10-20 മിനിറ്റ് വെച്ച് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഓരോ പ്രൊഡക്റ്റുകളും, ഒരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ല, ഓരോ പ്രൊഡക്റ്റുകളും. കാരണം എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും മാച്ച് ആവില്ല. എനിക്ക് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഒട്ടും സ്യൂട്ടാവാത്ത ഐറ്റംസ് ഉണ്ട്, നന്നായിട്ട് പറ്റണ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. പിന്നെ ഒരുവിധം എനിക്ക് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് റിവ്യൂ പറയണം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ വേറെ പ്രൊഡക്ട്സ് ഈ പ്രൊഡക്ട്സ് എന്തായാലും തീർന്നതിന് ശേഷമായിരിക്കും അടുത്ത പ്രൊഡക്ട്സ് വാങ്ങാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രാൻഡുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ അതിനകത്തുള്ള ഏതെങ്കിലും ബ്രാൻഡ്സ് ആണെങ്കിൽ ഞാൻ അതെന്തായാലും ചെയ്യാം. ഇനി അതിനകത്ത് ഇല്ലെങ്കിലും ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കുറച്ച് സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കുറച്ചും കൂടി ചൂസ് ചെയ്യുള്ളൂ. കാരണം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതുമാത്രമല്ല, പിന്നെ നമ്മൾക്ക് എന്ത് സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കുറേ കെമിക്കൽസാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല പ്രൊഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്യുക. കുറച്ച് സ്കിൻ കെയർ മാത്രമൊന്നുമല്ല, മേക്കപ്പ് സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് റിവ്യൂ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ പറയാം. അതുപോലെ ഷാമ്പൂ കാര്യങ്ങൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് പ്ലാനിങ്ങിലുണ്ട്. കുറച്ച് മേക്കപ്പ് സാധനങ്ങളുടെ റിവ്യൂസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.